Hey guys, it's Nans and welcome back. കുറേ ആയില്ലേ കണ്ടിട്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇടുന്നത് ലോങ് വ്ളോഗ് ഇടുന്നത് നവംബർ ഫസ്റ്റ് വീക്ക് എന്തോ ആണ്. അതും ഒക്ടോബർ ലാസ്റ്റ് പോയ ഊട്ടി വ്ളോഗാണ് ഞാൻ ലാസ്റ്റായിട്ടിരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് വ്ളോഗ് ഇടാത്തതെന്ന് വെച്ചാൽ അതിനുശേഷം ഐ ഹാവ് അപ്ലോഡഡ് മിനി വ്ളോഗ്സ്. നത്തിങ് ഹാപ്പനിങ്. യൂഷ്വൽ ഡേ ഒന്നും നടക്കണില്ല. ഹോസ്പിറ്റലിൽ പോവുക, തിരിച്ചു വരിക, നത്തിങ് ഈസ് ദെയർ ടു ഷോ യു. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും എടുക്കാഞ്ഞത്. ഞാൻ തടിച്ചില്ലേ, ഞാൻ വെയിറ്റൊക്കെ കൂടി, എൻ്റെ ജോലൈനൊക്കെ പോയി. ആക്ച്വലി ഞാൻ തടിച്ചത് നല്ലൊരു കാര്യമല്ല. എനിക്ക് നല്ല ഫാറ്റ് വരുന്നുണ്ട്, കണ്ട ഗുളു തടിയൊക്കെ ആയി. ഞാൻ പ്ലാനിങ് സംതിങ്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് മെലിയണം. ഞാനൊരു 4-5 കിലോ മേലെ കൂടി. ഞാൻ ഭയങ്കര മധുരം കഴിക്കലായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. കംപ്ലീറ്റ് ഷുഗർ കട്ടാണ്. പിന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, കാർഡിയോ. പിന്നെ ചെറുതായിട്ട് ഒന്ന് വേർക്കുന്ന വരെ കുറച്ച് കാലറീസ് ബേൺ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഐ എം ജോയിനിങ് ജിം നെക്സ്റ്റ് മന്ത്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഐ എം ഗോയിങ് ഹോം. എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യണേ. ദ തിങ് ഈസ്, ഇപ്പോൾ ഇത്രയും കാലമായിട്ടും അച്ഛൻ നാട്ടിലേക്ക് വരുന്ന സമയം ഞാൻ വീട്ടിലുണ്ടാവും. അല്ലെങ്കിൽ അച്ഛൻ വരുന്ന ഒരു 1 month 1.5 month ഞാൻ വീട്ടിലുണ്ടാവും. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട്ടിലില്ലാണ്ട് ആവണേ. അതായത് അച്ഛനുള്ള ഈ ഒരു മാസത്തിൽ എനിക്ക് ആകെ ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ പറ്റുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറ്റേത് എനിക്ക് കോളേജിലായിരുന്ന സമയത്ത് എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വെക്കേഷനില്ല, ആ ഒരു ലീവിൽ ആണ് അച്ഛൻ വരാറ്. ഇതൊരു ഇൻറ്റേൺഷിപ്പിന് എനിക്ക് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല. ആൻഡ് ഇപ്പോൾ ഈ ഒരു 1 week ലീവിന് വേണ്ടിയിട്ട് ഐ ഹാവ് ടേക്കൺ എക്സ്ട്രാ ഡ്യൂട്ടീസ്, 24 hours ഷിഫ്റ്റ്. അതിൻ്റെ ഓഫൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ പോകാൻ പോണത്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. പാക്കൊന്നും ചെയ്തിട്ടില്ല. 9:15 ബസ് ഫ്രം സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ്. എനിക്ക് അങ്ങോട്ട് ഒരു 1.5 hours കൂടുതലുണ്ട്. സോ ലെറ്റ്സ് പാക്ക് ദ ബാഗ്. തുണി മടക്കി വയ്ക്കൽ പരിപാടിയിലോട്ടൊക്കെ കിടക്കാം. തുണിമടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ച് റെഡിയായി, ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി. വീട്ടിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റ് കാരണം ബാഗ് പാക്ക് ചെയ്യലും റെഡിയാവലും എല്ലാം ആയിപ്പോയി. അതായത് ഞാനൊരു 7:30 ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാനൊരു 6:45 6:50 ആയപ്പോഴേക്കും ഇറങ്ങി. ഞാനിപ്പോൾ പോകുന്നത് ദീപാഞ്ജലി നഗറിക്കാണ്. ആൻഡ് ഐ തോട്ട് ദീപാഞ്ജലി നഗറിക്ക് എൻ്റെ സ്ഥലത്ത് നിന്ന് 1.5 hours ഉണ്ടെന്ന് അങ്ങനെയാണ് മാപ്പിലും കാണിച്ചത്. പക്ഷേ മെട്രോ 1 hourലെത്തി. സോ മൊത്തത്തിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ നേരത്തെ എത്തി. സോ വാട്ട് യു സീയിങ് റൈറ്റ് നൗ ഇസ്, ഞാൻ മെട്രോ കയറി. ഞാനൊരു ബുക്ക് എടുത്തിരുന്നു. ബിക്കോസ് ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഒരു 1.5 hours ജേർണി അല്ലേ, അപ്പോൾ നോവൽ വായിച്ചിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷൻ ഇറങ്ങി. ഇനി ഒരു ഊബറോ ഓട്ടോ എന്തെങ്കിലും വിളിച്ച് സ്റ്റാൻഡിലേക്ക് പോകും. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഊബർ ഓട്ടോ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന്. പക്ഷേ എനിക്ക് ഓട്ടോ വേഗം കിട്ടി. ഞാൻ സ്റ്റാൻഡിൽ നേരത്തെ എത്തി. കംപ്ലീറ്റ് പോസ്റ്റ്. ഞാൻ പിന്നെ കുറച്ചൊരു അച്ഛനെയും അമ്മേനെയും വീഡിയോ കോൾ ചെയ്തു. വെറുതെ വായി നോക്കിയിരുന്നു. അങ്ങനെ നൗ യു ആർ സീയിങ് ദാറ്റ് ഞാൻ ഷടപടയെന്ന് പറഞ്ഞിട്ട് പാലക്കാട് എത്തി. ഷടപടയെന്ന് പറഞ്ഞിട്ട് പാലക്കാട് എത്തിയപ്പോൾ എൻ്റെ പാരൻസ് വരാൻ ലേറ്റായി. അവിടെ ഒരു 1/2 മണിക്കൂർ പോസ്റ്റ്. അച്ഛൻ വന്നപ്പോൾ ഞാൻ വേഗം പോയി ഹഗ്ഗൊക്കെ ചെയ്തു. പക്ഷെ ആ വീഡിയോ ഒക്കെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ചില മൊമെന്റ്സ് ഒന്നും നമുക്ക് വീഡിയോയിൽ കിട്ടൂല. ഇറ്റ്സ് ഓക്കെ. എന്താണേലും ആ ഒരു മോന്ത വീർപ്പിച്ച ഒരുമാതിരി മൂഡിലായിരുന്നു ഞാൻ. ഇവരെ കണ്ടപ്പോഴേക്കും എൻ്റെ മുഖങ്ങ് പ്രസാദിച്ചു. നാട്ടിൽ വന്ന ഡയറ്റ് നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്ക് നെയ് റോസ്റ്റും വടയും എല്ലാം കഴിച്ചു. പോകുന്ന വഴിക്ക് മീന്, പച്ചക്കറി എല്ലാം വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഒരു 2 weeks ആയി. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഞാൻ അങ്ങനെ വീട്ടിലെത്തി. ഞാൻ വീട്ടിൽ എത്തി. ഹലോ ഹലോ ഹലോ, രാവിലെയായി. അയ്യേ, അവനൊന്ന് പോയി ചൊറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പോയി കുളിച്ച് സുന്ദരിയായി. കുളിച്ചു. ഇപ്പം സമയം 10:15 ആയി.
ഇപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങണം. സച്ചു ഇപ്പോഴും എണീച്ചിട്ടില്ല. ഞാൻ കുറച്ച് നേരം പോയിട്ട് ഉറങ്ങട്ടെ. എടുത്തതൊക്കെ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് കുറച്ച് എഡിറ്റ് ചെയ്തുകൊണ്ട് ഉറങ്ങാം അല്ലേ. എനിക്കറിയാം കുറേ പേർക്ക് ഹോം വ്ലോഗ്സ് ഇഷ്ടമാണെന്ന്. കാരണം വേറെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഹോം വ്ലോഗ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഹോം വ്ലോഗ്സ് മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര്. നല്ല കുരു വന്നിട്ടുണ്ട്. സംഭവം ഞാൻ 2 ആഴ്ചയായിട്ട് മധുരം കഴിച്ചിട്ടേ ഇല്ല. എന്നാലെങ്കിലും ആ കുരുവൊക്കെ ഒന്ന് കുറഞ്ഞൂടെ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എണീക്കാം. ബസ്സിൽ നേരെ ഉറങ്ങിയിട്ടേ ഇല്ല. സെമി സ്ലീപ്പർ പോലെ. ഉറങ്ങി മതിയില്ല. നല്ല മീൻ പൊരിച്ചമാണ്. ഗൈസ് നന്ദന എണീച്ചു ഗൈസ്. ഈ വീഡിയോയിൽ വരണം കേട്ടോ. അതൊക്കെ ഇടണം, ഇല്ലെങ്കിൽ ഞാനെടുത്തിടും. എൻ്റെ മോനൊരു ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോൾ എന്തൊക്കെയാ പ്ലേറ്റിൽ. ആ മാങ്ങി മുരിങ്ങക്കായ ഇട്ട പ്രോൺസ് കറി. അതെൻ്റെ ഫേവറേറ്റ് ആണ്. ഫുഡ് അടി കഴിഞ്ഞിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കിടന്നിട്ട് പിന്നെ മേമയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയുടെ അനിയത്തി. അവർ റിയാദിലാണ്. എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എക്സസൈസ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ചുമ്മാ ഒന്ന് വേർക്കുന്നവരെ കുറച്ച് നേരം. ഇതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ചിരി വരും, നിങ്ങൾക്കിപ്പോൾ ചിരി വരുന്നുണ്ടാവും. പക്ഷേ ഈ എക്സസൈസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെ. എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ എന്തൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നു വിതൗട്ട് ഷുഗർ. അതൊക്കെ കുടിച്ചു. ഇന്ന് ഭയങ്കര തീറ്റയായിരുന്നു. അപ്പം ഇച്ചിരി നേരം വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് എന്തെല്ലോ കാണിച്ചു കൂട്ടി. എന്തായാലും ഇന്ന് കുറേ കഴിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു നൈറ്റ് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്ത് പോയി ഡിന്നറും കൂടെ അങ്ങ് നന്നായി സാപ്പിടാം. എന്താ മാറ്റി പിടിക്കാവോ? നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഔട്ടിങ് എന്നുള്ള പോലെ ഞാനും അമ്മയും അച്ഛനും സച്ചും അമ്മമ്മയും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ സന്തോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മേലാറ്റൂർ. അവിടെ പോയി നമ്മൾ വാരി വലിച്ച് എന്തെല്ലോ ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ അൽഫാമും കുബൂസും മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രൈഡ് ചിക്കൻ, തന്തൂരി ചിക്കൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. തള്ളി പിടിച്ച് കുറച്ചുകൂടെ ഇങ്ങനെ. ഹായ്, ഞാൻ റൂമിലെത്തി. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം ഇനി ഞാൻ ഒരു 5 ദിവസം കൂടെ വീട്ടിലുണ്ട്. സോ ഐ വിൽ ബി ടേക്കിംഗ് വ്ളോഗ്സ്. ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് വൈൻഡപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഈ നന്ദന എന്ന് പറയണ മുതലില്ല ഇത് തിന്നാൻ പോവാണ് എല്ലാരും. അല്ല, ഞാൻ പറയണേക്ക് ഞാൻ ഡയറ്റ് എടുക്കുന്ന ഷുഗർ കട്ട് ചെയ്യുന്ന ഒക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മധുരം എല്ലാം വാങ്ങിക്കൂട്ടണം. ക്രിസ്മസ് ആണ്, പ്ലം കേക്ക്, അത് ഇത് കണ്ടിട്ട് വീട്ടിൽ നിന്ന് വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. ഒരു സ്നേഹമല്ലോ, വീട്ടിലൊരാൾ ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പരിഗണിച്ച് അങ്ങനത്തെ ഒന്നും വാങ്ങാതിരിക്കണം. So if you like this video, do share this video with your friends and family. And thank you so much for watching. ഇവന്റെ കോമാളിത്തരം 5 ദിവസത്തെ ഇവന്റെ കോമാളിത്തരം. ഞാനും ഒരു പുതിയ യൂട്യൂബ് ചാനൽ അതിന്റെ ലിങ്ക് ഇതിലുണ്ടാവും. അതിൽ ഇവളെ കോമാളിത്തരം ഉണ്ടാവും. എനിക്കുണ്ട് ഓൾറെഡി. അതിന് കേട്ടോ. Okay, bye. Thank you so much for watching.